ആലപ്പുഴ കായംകുളത്ത് പിതാവിനെ മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്. നവജിത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധു പരുമയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. നവജിത്തിനെ കോടതിയിൽ ഹാജരാക്കും. ശരത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വല്ലാതെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അച്ഛനാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ലഹരിയിലാണോ ഇയാൾ ഈ പണി ചെയ്തത്? ഇയാളൊരു അഭിഭാഷകൻ കൂടിയല്ലേ ശരത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കൂടുതൽ കണ്ടെത്തലുകൾ കൂടി ആവശ്യമാണ്. നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ അഭിഭാഷകനായ നവജിത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ലഹരിക്കടിമയായ നവജിത്ത് ഇത്തരത്തിൽ അമ്മയെയും അച്ഛനെയും അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. അച്ഛൻ ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തുന്ന ആ സമയത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തലയ്ക്കും നെഞ്ചിനടക്കമായിരുന്നു വെട്ടേറ്റത്. ഒപ്പം അമ്മയ്ക്കും സമാനമായ രീതിയിൽ അതിക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നാട്ടുകാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ചേട്ടാ, എങ്ങനെയായിരുന്നു പൊതുവിൽ നവജിത്ത് നാട്ടുകാർക്ക് താനുള്ള ആളാണോ? അല്ല, അങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ല. കാരണം ആൾക്കാരുമായിട്ട് വലിയ സഹകരണമൊന്നും പുറത്തോട്ട് പിള്ളേരില്ല. അവരെന്ന് പറയുന്ന അവരുടെ വീടുമായിട്ട് അത് ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയാണ്. പിന്നെ കൂട്ടുകാരുമായിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എന്തായിരിക്കും ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത്? ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ആർക്കും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞല്ലോ, ഞാൻ ഈ സിന്ധു എന്ന് പറയുന്ന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ആ നാട്ടുകാരോടായാലും എല്ലാം അവരാ വീട്ടിൽ ഒതുങ്ങിക്കൂടി അവരുടെ മക്കളുമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ നടനായനാണ് പുറത്തെല്ലാവരുമായിട്ട് ഒരു സഹകരണമൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നടന്ന എന്താണെന്ന് ആർക്കും അറിയില്ല. ബഹളം കേട്ടുകൊണ്ട് അയലത്തെ വീട്ടുകാരാണ്. ഞാൻ അറിയുന്നത് 9 മണിക്ക് ശേഷമാണ്. അയലത്ത് ആ സമയത്ത് വെട്ടിയിട്ടേക്കുവാണ്, ആളിനെ വെട്ടിയിട്ടേക്കുവാണ്. ഞങ്ങളപ്പം വടക്കേ സൈഡിൽ ജനൽ തുറന്ന് കിടക്കുക. അപ്പം ആർക്കും കാണാം. അപ്പം പരിസരവാസികൾ വന്ന് കണ്ടതിന് ശേഷം എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ വന്ന് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് നിമിഷങ്ങൾക്കുള്ളിൽ വന്ന് അവർ സംയോജിതമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. എല്ലാം ഡോറെല്ലാം തന്നെ. എന്താ പറയുന്നത് ആ സമയത്ത് അവൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ഡെമ്മി കിടപ്പുണ്ട്. ഇങ്ങനെ തന്നെ തെക്കുടക്കം നിന്നെ ആ വെട്ടോത്തിയായിട്ട് നടന്നിട്ട് പറയുന്ന ഒരു മോനെ കഥ ഡോർ തുറക്കാൻ പറയുമ്പോഴും പറയുന്നത് 2 ഡെമ്മി കിടപ്പുണ്ട്, 2 ഡെമ്മി ഉണ്ട്. നോർമൽ അല്ലാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനല്ല, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. ശരി, ഉപയോഗിക്കാറുണ്ടോ എന്നുള്ള കറക്റ്റ് നമുക്കറിയില്ല. കാരണം നമ്മൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ പുറത്തിപ്പോ കുട്ടികൾ അവന്റെ സമപ്രായക്കാരൊക്കെ പറയുന്നു അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടുതൽ വരേണ്ടതുണ്ട്. കാരണം നിലവിൽ പോലീസ് അടക്കം പറയുന്നത് ഇയാൾ ലഹരിക്കടിമയായിരുന്നു. അങ്ങനെ ലഹരി ഉപയോഗത്തിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ ഇന്നലെ ഈ മൃതദേഹം കണ്ട സമയത്ത് ഇത്തരത്തിൽ പറഞ്ഞത് 2 ഡെമ്മി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയായിരുന്നു ഈ നവജിത്തിന്റെ ഒരു പ്രതികരണം. ആ രീതിയിൽ നോർമൽ അല്ലാത്ത ഒരാളും പെരുമാറുന്നത് പോലെ തന്നെയായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കാം കൊലപാതകത്തിലേക്ക്. സാമ്പത്തിക നില, നല്ല വിദ്യാഭ്യാസം, പൊതുസമൂഹത്തിൽ നല്ല പിന്തുണയും സ്വീകാര്യതയും. ആ ചെറുപ്പക്കാരനാണ് ലഹരിയുടെ ഉപയോഗം എന്ന് സംശയിക്കുന്നു. അച്ഛനെ വെട്ടിക്കുന്നു, അമ്മയെ മൃതപ്രായയാക്കി, എന്നിട്ട് 2 ഡമ്മികൾ ഇവിടെ കിടപ്പുണ്ട് എന്നാണ് ആ മകൻ പറഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ അയാളെ വളർത്തിയെടുത്ത് ഈ പദവിയിലേക്കൊക്കെ അച്ഛനും അമ്മയും എത്തിച്ചിട്ടുണ്ടാവുക. എന്നിട്ടാണ് ഈ ലഹരിയിലാണ് എന്ന് സംശയിക്കുന്നു. ഇതിന് ഇൻവേർട്ടഡ് കോമ നമുക്ക് ഉറപ്പില്ല, നാട്ടുകാർ പറയുന്നതാണ്. ഇതിലാണ് അയാൾ ഈ പണി കാണിച്ചിരിക്കുന്നത്. 2 ഡമ്മികൾ അവിടെ കിടക്കുന്നത്. ഇതാണ് അയാൾ പറഞ്ഞ വാചകം.